യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതേ ഛായന്തികം സാമകാ സ്തുന്നന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദേ ഗായന്തികം സാമകാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ ഗായന്തികം സാമകാ യസ്യാന്തം ന വിദുസുരാസുരഗണൈ ദേവായ തസ്മൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസവും ശുഭ ചിന്തകളോടും കൂടിയ ഒരു ദിവസം നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭക്തിസാന്ദ്രമായ സായം സന്ധിയിൽ എന്നോടൊപ്പം ഭഗവത്ഗീതയുടെ അർത്ഥതങ്ങളിലേക്ക് അനുധാവനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി, സ്വാഗതം. നമ്മൾ ഇന്നലെ വരെ പഠിച്ചത്, ഇന്നലെ വരെ പാരായണം ചെയ്തത്, കുരുക്ഷേത്ര ഭൂമിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് ആരൊക്കെയാണ് യുദ്ധത്തിൽ അണിനിരുന്നത് എന്ന് അറിയാനുള്ള കൗതുകത്തോടുകൂടി തൻ്റെ സജീവനായ സഞ്ജയനോട് ചോദിക്കുന്നു, ആരൊക്കെയാണ് യുദ്ധക്കളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. സഞ്ജയൻ മറുപടി പറയുന്നു, അവിടെ യുദ്ധക്കളത്തിൽ അണിനിരുന്ന രണ്ട് സൈന്യങ്ങളുടെയും കണ്ടിട്ട് താങ്കളുടെ പുത്രൻ ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരോട് പറയുകയാണ്, ആചാര്യ, കണ്ടാലും അപ്പുറത്തെ മറുപക്ഷത്തുള്ള വളരെ ബൃഹത്തും മഹത്തുമായ സൈന്യനിരകളെ കണ്ടാലും അതിൻ്റെ സേനാനായകൻ താങ്കളെ വധിക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത ദൃഷ്ടദ്യുമ്നനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൈന്യം അസ്മാകം അപര്യാപ്തമാണ് ഞങ്ങളുടെ സൈന്യമെന്നും അപ്പുറത്തെ സൈന്യം അസ്മാകം സൈന്യം പര്യാപ്തമാണ്, അത് ഭീമനാൽ അപരിരക്ഷിതമാണെന്നും നമ്മുടെ സൈന്യം ഭീഷ്മാചാര്യനാൽ അപരിരക്ഷിതമാണ് എങ്കിൽ പോലും അത് അപര്യാപ്തമാണ് എന്നും സൂചിപ്പിക്കുന്നു. പിന്നീട് തിരുത്തി പറയുകയല്ല, പിന്നീട് പറയുകയാണ്, ദുര്യോധനന് പശ്ചാത്തലമുണ്ട്, ഇത് ഭീഷ്മാചാര്യരെ തെറ്റിപ്പറയുകയാണോ, അദ്ദേഹത്തിന്റെ മഹത്വം കുറിച്ച് പറയുകയാണോ എന്നുള്ള ചെറിയ സംശയം വന്നപ്പോൾ ആ സമയത്ത് പറയുകയാണ്, അവിടെയാണ് രാജാവിന്റെ റോൾ അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തിൽ ഓരോരുത്തർക്കായി സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരും അതാത് സ്ഥാനങ്ങളിൽ പോയി ചെന്ന് ഭീഷ്മാചാര്യർക്ക് കവചം സൃഷ്ടിക്കൂ, ഭീഷ്മാചാര്യരെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭീഷ്മാചാര്യർക്ക് സന്തോഷമുണ്ടായി. കാരണം എന്നെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു രാജാക്കന്മാരോടാണല്ലോ പറഞ്ഞത് മഹാരാജാവ്, ദുര്യോധന രാജാവ്. അപ്പൊ എന്നെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടല്ലോ. ആ രീതിയിൽ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. സാധാരണ ഗതിയിൽ പറയുന്നുണ്ട്, ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്നെ സംരക്ഷിക്കാൻ കെയർ ചെയ്യാൻ ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തസ്യ സഞ്ജയനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനിത്യത്തെ സംഘം ദദ്മൗ പ്രതാപവാൻ. അത് കേട്ടപ്പോൾ ഹർഷത്തോടുകൂടി തസ്യ സഞ്ജയനൻ, ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ മറ്റു രാജാക്കന്മാരോട് ഇത് പറയുന്നത് കേട്ടപ്പോൾ കുരുവൃദ്ധ പിതാമഹ, കുരുവൃദ്ധനായ പിതാമഹൻ, സിംഹനാദം വിനിച്ചദ്യൈ, സിംഹനാദം, സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള ശംഖം പ്രവർത്തിപ്പിച്ച് ശംഖം ഊതിക്കൊണ്ട് ശംഖം ദദ്മൗ പ്രതാപവാനും പിതാമഹനും കുരുവൃദ്ധനുമായ ഭീഷ്മാചാര്യർ ഹർഷത്തോടുകൂടി യുദ്ധക്കളത്തിൽ വെച്ച് ആദ്യമായി ശംഖം ദദ്മൗ പ്രതാപവാൻ, ആദ്യമായി സിംഹനാദത്തോട് സമാനമായ ശംഖമൂതി കുരുക്ഷേത്രത്തിൽ നടന്ന ആദ്യത്തെ രണകാഹളം അവിടെയാണ് ആരംഭിക്കുന്നത്. ആദ്യം കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധ പ്രഖ്യാപനം നടത്തിയ ശംഖനാദം ശംഖ് വിളിച്ചത് ഭീഷ്മാചാര്യനാണ്. ഇവിടെ പിതാമഹ എന്ന് പറയുന്നുണ്ട് ഭീഷ്മരെ. ഈ പിതാമഹ എന്നുള്ളത് ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിതാമഹ എന്ന് പറയുന്നുണ്ട്. കുരുവൃദ്ധ പിതാമഹ, ഭീഷ്മർ ഈസ് പിതാമഹ, അതെല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയാണ് പിതാമഹൻ എന്ന് പറയുന്നത്? അത് കൂടുതൽ ആവർത്തിച്ച് ഈ സംബോധന വരുന്നത് കൊണ്ട് പിതാമഹൻ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഭീഷ്മാചാര്യർ
ഭീഷ്മാചാര്യരാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ഗംഗാദത്തൻ എന്നായിരുന്നു. കുരു വംശരാവായ ശനുവിന് ഗംഗാദേവിയിൽ പിറന്ന പുത്രനായിരുന്നു ഗംഗാദത്തൻ. ഗംഗാദത്തൻ വളർന്ന് യുവാവായി. ആ സമയം രാജാവ് ഒരു ദിവസം നായാട്ടിന് പോവുകയാണ്. കാട്ടിൽ വെച്ച് അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു. സ്ഥലത്തെ മുക്കുവ പ്രധാനിയുടെ മുക്കുവ നായകന്റെ പുത്രിയാണവർ. കണ്ടപ്പോൾ തന്നെ അനുരാഗം തോന്നി, തിരിച്ചു വന്നു. പിന്നീട് രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ല, എപ്പോഴും ഈ ചിന്താകുലനായിരിക്കുകയാണ് മഹാരാജാവ്. ഇത് ശന്തനു മഹാരാജാവിന്റെ ഈ മാറ്റം ശ്രദ്ധിച്ച് ഗംഗാദത്തൻ മന്ത്രിയോട് ചോദിച്ചു, എന്താ അച്ഛന്റെ ഈ മാറ്റത്തിന് കാരണം? മന്ത്രി പറഞ്ഞു, അതിന് കാരണമുണ്ട്. 2 ദിവസം മുമ്പ് കാട്ടിൽ വെച്ച് നായാട്ടിന് പോയപ്പോ മുക്കുവ നേതാവിന്റെ മുക്കുവ തലവന്റെ പുത്രിയെ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു മാറ്റമുണ്ടായത് എന്ന് പറഞ്ഞു. ഗംഗാദത്തൻ ഉടനെ മുക്കുവ തലവന്റെ വീട്ടിലേക്ക് പോയി പറഞ്ഞു, ഞാൻ വന്നത് പിതാവിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അച്ഛന് വേണ്ടി മകൻ അന്വേഷിക്കുകയാണ്. അപ്പൊ മുക്കുവ തലവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ 1-2 കണ്ടീഷൻ. ഒരു കണ്ടീഷൻ, താങ്കൾ ഇപ്പോഴും ശന്തനു മഹാരാജാവിന്റെ മൂത്തപുത്രനാണ്. അപ്പൊ സ്വാഭാവികമായും രാജ്യം താങ്കൾക്കാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ മകൾക്കുണ്ടാകുന്ന പുത്രന് അഥവാ പുത്രന്മാർക്ക് രാജ്യാവകാശം ലഭിക്കണം. അതെന്റെ നിർദ്ദേശമാണ്. ഭീഷ്മാചാര്യർ ഉടൻ പറഞ്ഞു, അതിന് പ്രശ്നമില്ല, എനിക്ക് രാജ്യം വേണ്ട, രാജ്യസുഖഭോഗവും വേണ്ട. 2ാമത്തെ കണ്ടീഷൻ, നിങ്ങളിത് അങ്ങനെ പറഞ്ഞാൽ പോലും ഭാവിയിൽ താങ്കൾ കല്യാണം കഴിച്ചാൽ, താങ്കൾക്ക് മക്കളുണ്ടായാൽ ആ മക്കൾ രാജ്യാവകാശത്തിന് വേണ്ടി സമീപിക്കും. അപ്പോഴും ഭീഷ്മർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല. ഈ 2 പ്രതിജ്ഞകളും സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യാൻ പറ്റാത്ത പ്രതിജ്ഞ ഭീഷ്മർ ചെയ്തതുകൊണ്ട് ആണ് ഭീഷ്മർ എന്ന രീതിയിൽ ആ സമയത്ത് ആകാശത്ത് നിന്നും അശരീരിയായും പുഷ്പവൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നത്. ഭീഷ്മാഹ എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടാണ് ഗംഗാദത്തൻ ഭീഷ്മരായി മാറിയത്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞ് ശന്തനു മഹാരാജാവിന് 2 മക്കളുണ്ടായി സത്യവതിയിൽ, ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതനും ഇതേപോലെ വളർന്ന് രാജാവാകേണ്ട സമയം വന്നപ്പോ ചിത്രാംഗതൻ എന്ന് പേരുള്ള മറ്റൊരു ഗന്ധർവനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു കാട്ടിൽ നിന്ന്. ആ യുദ്ധത്തിൽ ഈ ചിത്രാംഗതൻ മരിച്ചു. പിന്നെ അവശേഷിക്കുന്നത് വിചിത്രവീര്യൻ മാത്രം. ആ വിചിത്രവീര്യനാകട്ടെ ജന്മനാ ശക്തിയില്ലാത്തവരായിരുന്നു. ജന്മനാ ശക്തി എന്നല്ല, രാജോഷ്മാവ്, അതായത് അന്നത്തെ രാജോഷ്മാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ TB. അന്ന് വലിയ രോഗമാണ്, ഇന്നത്തെ HIV-യേക്കാളും വലുതാണ് രാജോഷ്മാവ്. ആ രാജോഷ്മാവ് പിടിപെട്ട വിചിത്രവീര്യന് രാജ്യാധികാരം ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് രാജ്യഭരണം വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആ രാജോഷ്മാവ് പിടിപെട്ടുകൊണ്ടിന് വിചിത്രവീര്യൻ മരിച്ചു. വിചിത്രവീര്യൻ മരിച്ചതിന് ശേഷമാണ് രാജ്യഭരണം പിന്നീട് തുടരുന്നതിനെ കുറിച്ച് ആലോചനയുണ്ടായത്. അപ്പോൾ ആലോചിച്ചു, എന്താ ചെയ്യുക, രാജ്യം അന്യം നിന്ന് പോകുമല്ലോ, കുരുവംശം അന്യം നിന്ന് പോകുമല്ലോ, അതുകൊണ്ട് എന്താ കാര്യം? തലപുകഞ്ഞ് ആലോചിച്ചപ്പോ ഭീഷ്മർ ഏതായാലും തയ്യാറില്ല, രാജ്യഭാരം ഏറ്റെടുക്കാനും ഒന്നും തയ്യാറില്ല, കല്യാണം കഴിക്കാനും തയ്യാറില്ല, പ്രതിജ്ഞ അങ്ങനെയാണല്ലോ. അപ്പൊ സത്യവതി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എനിക്കൊരു പഴയൊരു ചരിത്രമുണ്ട്. ഞാൻ മുക്കുവ കടത്തുന്ന സമയത്ത് പരര മഹാമുനി എൻ്റെ തോണിയിൽ വരികയും എന്നിൽ ആകർഷണനായി പരാശരമുനിയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ ബന്ധപ്പെടുകയും അതിലെനിക്കൊരു കുട്ടിയും ഉണ്ടായി. കടത്തുന്ന സമയത്താണ് പരാശര മഹർഷിക്ക്, അത് വലിയ എല്ലാ ഇന്ദ്രിയങ്ങളും അടക്കി സംയമനം ചെയ്ത മഹാമുനിയാണെങ്കിൽ പോലും ഈ ഒരു ദുർബല നിമിഷത്തിൽ അവരുമായി ബന്ധപ്പെടാൻ താല്പര്യപ്പെടുകയും, അപ്പോൾ സത്യവതി പറഞ്ഞു, ഈ ദ്വീപിൽ ഈ തോണിയിൽ വെച്ച് എങ്ങനെയാ? അങ്ങനെ ആ തോണിക്കടിയിൽ പുക ഉണ്ടാക്കി മൂടൽ മഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി കറുത്ത കുട്ടിയായിരുന്നു. കറുത്ത കുട്ടി ദ്വീപിൽ നിന്ന് ജനിച്ചത് കൊണ്ട് കൃഷ്ണ കറുത്ത എന്ന പേരിടുകയും ദ്വീപിൽ നിന്ന് ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പേരിടുകയും ചെയ്തു. ആ കൃഷ്ണദ്വൈപായനാണ് സാക്ഷാൽ വേദവ്യാസ മഹാമുനി. അപ്പോൾ പറഞ്ഞു, എൻ്റെ പുത്രനാണ് വേദവ്യാസൻ, അതുകൊണ്ട് വ്യാസനെ കൊണ്ട് പുത്രോത്പാദനം നടത്തി നമുക്ക് രാജ്യം രക്ഷിക്കണം, നമുക്ക് നമ്മുടെ വംശം രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ
ഭീഷ്മാചാര്യനും അതിന് സമ്മതം മൂടി. അങ്ങനെ മകനെ വിളിച്ചു വരുത്തി, വ്യാസനെ വിളിച്ചു വരുത്തി. അപ്പൊ വിചിത്രവീരന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായത്: അംബ, അംബിക, അംബാലിക. അംബയെ സമീപിച്ച് അംബ പറഞ്ഞു, ഞാൻ ഇതിന് തയ്യാറില്ല, ഞാൻ താങ്കളുമായി ബന്ധപ്പെടാൻ തയ്യാറില്ല. കാരണം ഞാൻ ഇങ്ങനെ വേറൊരു രാജാവുമായിട്ട് പ്രണയത്തിലാണ്. അതുകൊണ്ട് എനിക്കൊരു വിവാഹബന്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്പയെ ഒഴിവാക്കി. പിന്നെ വന്നത് അംബാലിക. അംബാലിക വളരെ 3 പേരും വളരെ സുന്ദരിമാരാണ്. അംബാലിക ഈ വൃദ്ധനായ താടി വളർത്തി പിന്നെ അങ്ങനെ ഒരു മുനിയുടെ വേഷത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വമൊന്നും ഇവർക്കാർക്കും അറിയില്ല. കണ്ടപ്പോൾ തന്നെ ഒരു മുനിയുടെ വേഷത്തിൽ കണ്ടപ്പോ അവര് ബന്ധപ്പെടുന്ന സമയത്ത് കണ്ണടച്ചു. അങ്ങനെ ഉണ്ടായത് കൊണ്ട് ആ കുട്ടി ആ അംബികയിൽ ഉണ്ടായ കുട്ടിയാണ് ധൃതരാഷ്ട്രം. ബന്ധപ്പെടുന്ന സമയത്ത് കണ്ണടച്ചത് കൊണ്ട് പിറന്ന കുട്ടിക്ക് കണ്ണ് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് അന്ധത്വം ഉണ്ടായത് ധൃതരാഷ്ട്രക്ക്. പിന്നെയോ മറ്റേ ആളുടെ പോയി, 3ാമത്തെ ആളുടെ അംബിക, അംബാലിക. അംബാലിക ചെന്നപ്പോഴെന്താ, ഈ മുനിവേഷത്തിൽ മുനിയുടെ രൂപത്തിൽ കണ്ട ഒരു പ്രാകൃത രൂപത്തിൽ കണ്ട മുനിയെയും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പൊ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞിട്ടാണല്ലോ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേഹം മുഴുവനും ഭസ്മം പുരട്ടി. അങ്ങനെ ദേഹം മുഴുവനും ഭസ്മം പുരട്ടിയത് കൊണ്ട് അങ്ങനെ ബന്ധപ്പെട്ട് അതിലുണ്ടായ കുട്ടിയുടെ ശരീരത്തിലും വെള്ള നിറമുണ്ടായി. അതാണ് പാണ്ഡു. ഈ 2 കുട്ടികളുടെയും പ്രത്യേകത അങ്ങനെയാണ്. പിന്നീടോ ആ സമയത്ത് പിന്നെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഇവരുടെ ദാസി ഉണ്ടായിരുന്നു, പരിശ്രമി. അവരുമായി ബന്ധപ്പെടുകയും ആ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി. അതാണ് വിതുരർ. ചിന്തകനും മഹാബുദ്ധിശാലിയുമായ വിതുരർ. അങ്ങനെയാണ് ഈ 3 പേരുണ്ടായത്. അറിയപ്പെടുന്നത് ധൃതരാഷ്ട്രനും പാണ്ഡുവും മാത്രമാണ്. അപ്പം ഇങ്ങനെയാണ് ഈ പിതാമഹൻ എന്ന പേര് വന്നത്. പിതാമഹൻ എന്ന പേര് ആവർത്തിച്ച് വരുന്നത് കൊണ്ട് അതിന്റെ പശ്ചാത്തലം സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ ഈ പിതാമഹൻ, കുരുവൃത്ത പിതാമഹൻ ആദ്യമായി യുദ്ധകാഹളം മുഴക്കി. അത് കേട്ടപ്പോൾ മറുപക്ഷത്തൊന്നും ഈ ശംഖനാദം ഉണ്ടായി. തത ശാഖാശ്ച പ്രണവാനാഗോമുഖാഃ സഹസ്രൈസേവ അപഹന്യന്ത സശബ്ദസ്തുലോഭവത്. പിന്നീട് ശംഖധ്വനി ഉണ്ടായി, ചെണ്ടമേളമുണ്ടായി. ഇന്നത്തെ എന്താണ് ഇന്നത്തെ അതിനെന്താ പറയാ, ബാൻഡ്, ആ രീതിയിലുള്ള ശബ്ദഘോഷങ്ങൾ ഉണ്ടായി. അത് ഒരേ സമയത്തുണ്ടായി. പെരുമ്പറകൾ, പണവം, പെരുമ്പറകൾ. ഗോമുഖം ഒരുതരം തുകൽ വാദ്യം. തതശ്വേതൈർഹയുക്തേ മഹതി സ്വന്ദനേ സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതു. ഇത് കേട്ടപ്പോൾ മറുപക്ഷത്തല്ല, പാണ്ഡവപക്ഷത്തും തതശ്വേതൈർഹയുക്തേ, വെള്ള കുതിരകളെ കൂട്ടിയ തേരിൽ ഇരുന്നു കൊണ്ട്, മഹതി സ്വന്തനെ സ്ഥിതോ, അങ്ങനെ മഹത്തായ തേരിൽ ഇരുന്നു കൊണ്ട്, മാധവൻ, പാണ്ഡവശ്ചൈവ, പാണ്ഡവന്മാരും ദിവ്യൗ ശംഖൗ പ്രദദ്മതു. ഭീഷ്മാചാര്യർ ശംഖം കേട്ടപ്പോൾ മറുപക്ഷത്തുള്ള കൗരവപക്ഷത്തുള്ള മാധവനും അതുപോലെ തന്നെ പാണ്ഡവന്മാരും അവരുടേതായ ശബ്ദങ്ങൾ മുഴക്കി. ആരൊക്കെയാണ് ശംഖം മുഴക്കിയത്? പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയോ പൗണ്ഡ്രം ദദ്മോ മഹാശംഖ ഭീമകർമാ വൃകോദരാഃ. പാഞ്ചജന്യം ഹൃഷീകേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്താണ് ഇവിടെ ഹൃഷീകേശോ എന്ന് പറയാൻ കാരണം? എന്താണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞില്ല? ഇവിടെ ഹൃഷീകേശോ എന്ന് പറഞ്ഞത്, ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ആൾ എന്ന രീതിയിൽ, ഇന്ദ്രിയങ്ങളുടെ ഒരു അതോറിറ്റി എന്ന രീതിയിൽ കൃഷ്ണനെ ഇവിടെ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ, ഇനി വരുന്ന അധ്യായങ്ങളിൽ പറയാനുള്ളതും പഠിക്കാനുള്ളതും ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തുകൊണ്ടുള്ള സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തുകൊണ്ടുള്ള ധ്യാനത്തെ പറയുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണനെ ആദ്യമായി ഈ രീതിയിൽ പരിചയപ്പെടുത്തുകയാണ് ഹൃഷീകേശോ. ഇന്ദ്രിയങ്ങളുടെ അധിപനായ ആളെന്ന രീതിയിൽ. ദേവദത്തം ധനഞ്ജയോ, ധനഞ്ജയന്റെ, അർജുനന്റെ
ശംഖത്തിന്റെ പേര് ദേവതത്വം. പൗണ്ഡ്രം ദദ്മോ മഹാശംഖം ഭീമകർമ്മ അപ്പോ വൃഗോദരനായ ഭീമനും അദ്ദേഹത്തിന്റെ മഹാശംഖം പൗണ്ഡ്രം കാഹളമൂതി എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റുള്ളവരൊക്കെ കാഹളം ഊതിയിട്ടുണ്ട്. അവരുടേതായ ശംഖങ്ങൾ മുഴക്കിയിട്ടുണ്ട്. ആരൊക്കെ? അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര. യുധിഷ്ഠിരന്റെ ശംഖത്തിന്റെ പേര് അനന്തവിജയം. അത് യുധിഷ്ഠിരൻ കാഹളം മുഴക്കി. നകുലാ സഹദേവശ്ച സുഘോഷോ മണിപുഷ്പകൗ. നകുലന്റെയും സഹദേവന്റെയും, നകുലന്റേത് സുഘോഷം, സഹദേവന്റേത് മണിപുഷ്പകം. കാശിരാജശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സ്വാത്യകീശ്ച പരാജിതാഃ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭാഗ്യശ്ച മഹാഭാഗോ ശംഖാദദ്മൗ പൃഥക് പൃഥക് ശംഖാദദ്മൗ പൃഥക് പൃഥക്. ഓരോരുത്തരെയും ശംഖത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ ഓരോരുത്തരെയും ശംഖാദദ്മൗ, അവര് ശംഖം വിളിച്ചു ഊതി, ശംഖനാദം മുഴക്കി. പൃഥക് പൃഥക്, അവരുടേതായ ശംഖങ്ങൾ അവര് മുഴക്കി. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയേത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോപി അനുനാദയത്. സഘോഷോധാർത്തരാഷ്ട്രാണാം, ഈ നകുലന്റെയും സഹദേവന്റെയും ഭീമന്റെയും അർജുനന്റെയും യുധിഷ്ഠിരന്റെയും സഹദേവന്റെയും നകുലന്റെയും ഭീമന്റെയും അർജുനന്റെയും ശംഖത്തിന്റെ കാര്യം പറഞ്ഞു. യുധിഷ്ഠിരന്റെ മാത്രം പറഞ്ഞില്ല. യുധിഷ്ഠിരന്റെ ശംഖത്തിന്റെ സഘോഷോ രാഷ്ട്രാണാം ഹൃദയാനി വിചാരത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോദി അനുയാദരേ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ വൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവാഃ. ഈ ശബ്ദഘോഷങ്ങൾ കേട്ടപ്പോൾ നഭസ് പൃഥിവീം ചൈവ തുമുലോദി അനുനാദയ. തുമുലോദി അനുനാദയ എന്ന് പറഞ്ഞാൽ എല്ലാ സംഗീത ഉപകരണങ്ങളും പേരികളും പേരിനാദങ്ങളും ഏകീകരിച്ചു കൊണ്ടുള്ള പേരി, അതാണ് തുമുലോദി അനുനാദയാത് എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ, ഈ വ്യവസ്ഥ കണ്ടപ്പോൾ ധാർത്തരാഷ്ട്രാൻ കപിധ്വജാഃ, ധൃതരാഷ്ട്രന്മാരുടെ ഈ ഹൃദയം പിളർക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ എല്ലാവർക്കും പ്രയാസമുണ്ടാക്കിയ, കാരണം ഇവരുടെ ശബ്ദഘോരികൾ കേട്ട് ധാർത്തരാഷ്ട്രന്മാർക്ക് പ്രയാസമുണ്ടാകുകയും ആ പ്രയാസം കാണുകയും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ, ആ അവസ്ഥ കണ്ടപ്പോൾ ധാർത്തരാഷ്ട്രന്മാരുടെ ആ അവസ്ഥ കണ്ടപ്പോൾ കപിധ്വജാഃ, കപിധ്വജ എന്ന് പറഞ്ഞാൽ അർജുനന്റെ കൊടിയടയാളമാണ് കപി എന്ന് പറഞ്ഞാൽ ഹനുമാൻ. ഹനുമാനാണ് അർജുനന്റെ കൊടിയിലുള്ളത്, കൊടിയടയാളം. എന്താണ് ഹനുമാനെ കൊടിയുടെ അടയാളമായി സ്വീകരിക്കാൻ കാരണം? ഏറ്റവും ശക്തനായ, ലോകം കണ്ട ഏറ്റവും ശക്തനായ യോദ്ധാവായിരുന്നു ഹനുമാൻ. ലോകം കണ്ട ഏറ്റവും ബുദ്ധിശാലിയായ യോദ്ധാവായിരുന്നു ഹനുമാൻ. ഏറ്റവും വലിയ ശക്തനും ഏറ്റവും വലിയ വിധേയത്വമുള്ള ആളായിരുന്നു. അതാണ് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ ഏറ്റവും വലിയ വിധേയത്വമുള്ള ആളായിരുന്നു ഹനുമാൻ. അതുകൊണ്ട് ആണ് ഹനുമാനെ കൊടിയടയാളമായി സ്വീകരിച്ചത്. ആ സമയം അത് കണ്ടപ്പോഴ് പ്രവൃത്രേ ശസ്ത്രസംവാദേ ധനുരുദ്യമ പാണ്ഡവാഃ. ശ്രദ്ധിക്കണം, ഇവിടെ അർജുനന് വന്ന മാറ്റം. ഇതൊക്കെ കണ്ട് ഈ യുദ്ധത്തിൽ ശബ്ദകോലാഹലം ഉണ്ടായി. ആ രണാങ്കണത്തിൽ വെച്ച് ധൃതരാഷ്ട്രപുത്രന്മാർക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കി എന്ന് കാണുമ്പോൾ അർജുനന് വളരെ ഉത്സാഹമുണ്ടായി. പ്രവൃത്തി എന്താണ് ചെയ്തത്? പ്രവൃത്തി ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവ. ഈ അടുത്തുള്ള ധനു എടുത്തുകൊണ്ട്, ആയുധം എടുത്തുകൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി അർജുനൻ ഉണർന്നു. ആ അർജുനനെ നമ്മൾ കാണുക ഇപ്പോൾ. അർജുനനെ പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് കാണാം. ഇപ്പോൾ ഇത് കേട്ട് കൗരവപക്ഷത്ത് കൂടുതൽ പരാജയബോധമുണ്ടായി. നമ്മുടെ ഈ യുദ്ധ സന്നാഹങ്ങൾ കണ്ട് പരാജയബോധമുണ്ടായി എന്ന് കണ്ടപ്പോൾ അർജുനുണ്ടാകുന്ന ഉത്സവം, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധനുഷ് എടുത്തുകൊണ്ട് വളരെ സജീവമായി പറഞ്ഞുകൊണ്ട് സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത, അതെടുത്തുകൊണ്ട് പറഞ്ഞു ഋഷീകേശം ഇതം വാക്യം ഇതമാഹമതി മഹീവേ. ഋഷീകേശനോട്
ഭഗവാൻ കൃഷ്ണനോട് ഹൃദീകേശം ഇതം വാക്യം, ഈ വാക്യം ഇതമാഹ മഹീപതേ, ഈ വാക്യം അല്ലയോ ഹീപതേ, ഇത് പറയുന്നത് ധൃതരാഷ്ട്രോടാണല്ലോ, അത് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞിട്ട് ഈ വില്ലെടുത്തുകൊണ്ട് രാജാവേ അർജുനൻ ഇങ്ങനെ പറഞ്ഞു. ആരോട്? ഋഷികേശനോട്. കൃഷ്ണനോട് പറഞ്ഞു. എന്ത് പറഞ്ഞത്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. അച്യുത, ഈ രണ്ട് സേനയുടെയും മധ്യത്തിലേക്കായി എന്റെ സേനയെ നിർത്തിയാലും. അവിടെ വന്ന് ഉത്സാഹഭരിതനായ അർജുനൻ തന്റെ സാധാരണ ശരി വണ്ടിയെടുക്ക് നമുക്ക് പോകാന്ന് പറയുന്നില്ലേ, ആ ഉത്സാഹത്തോടു കൂടിയാണ് കൃഷ്ണനോട് പറഞ്ഞത് രഥം സ്ഥാപയത് അച്യുത. ഈ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ അച്യുത. യാവതേതാൻ നിരീക്ഷേഹം യോധുകാമാൻ അവസ്ഥിതാൻ. അവരൊക്കെയാണ് വന്നത് എന്ന്, യുദ്ധത്തിനായി ആരൊക്കെയാ വന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അതുകൊണ്ട് യാവതേതാൻ നിരീക്ഷേഹം, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയച്യുത. യാവതേതാൻ നിരീക്ഷേഹം യോധു കാമാൻ അവസ്ഥിത, ആരൊക്കെയാണ് വന്നിട്ടില്ലെന്ന് കാണണ്ടേ. അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈർമിയ സഹയോധസ്മിൻ രണസമുദ്യമേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറയുന്നുണ്ട്. രണ്ടർത്ഥത്തിലും പറയാം. എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ ആരൊക്കെയാണെന്ന് പറയാം. പക്ഷെ ഇവിടെ കൂടുതൽ പ്രാധാന്യം ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് എന്നാണ് അർജുനൻ പറയുന്നത്. ഈ രണ്ട് ഭാഗത്തുമുള്ള ഉത്സാഹികളെ ഞാൻ കാണട്ടെ. ഏതത്ര സമാഗത, ഇവിടെ വന്നിട്ടുള്ള ഈ യോദ്ധും ഇച്ഛുക്കളായ എല്ലാവരെയും ഞാനൊന്ന് കാണട്ടെ. ആരൊക്കെ? എങ്ങനെയുള്ള യോദ്ധുക്കൾ? ധാസ്ത്രരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികിത്സവേ. അപ്പൊ മറുപക്ഷത്തുള്ളവരെ കാണാൻ തന്നെയാണ് വന്നത്. കാണാനാണ് പ്രാമുഖ്യം. ആരെ? ദുർബുദ്ധികളായ ധാർഷ്ട്രരാഷ്ട്രന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായി ഇവിടെ വന്ന ആരൊക്കെയാണ് എന്ന് ഞാനൊന്ന് കാണട്ടെ ഭഗവാനെ. അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ രഥേ സ്ഥാപയ മേ അച്യുത. ഏവമുക്ത ഋഷികേശനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗുഢാകേശേന ഭാരത. ഗുഢാകേശൻ, ആ പദം ശ്രദ്ധിക്കുക. ഗുഢാകേശൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്ത ആൾ എന്നുള്ളതാണ്. ഇവിടെ ഉറക്കമില്ലാത്തതെന്നല്ല, വളരെ ആക്റ്റീവായ ഊർജ്ജസ്വലനായ ആള് എന്നാണ് ഗുഢാകേശൻ എന്ന് അർജുനനെ വിശേഷിപ്പിച്ചിട്ടത്. അപ്പൊ ഈ അവസ്ഥയിൽ ഗുഢാകേശനാണ്. ഈ പറയുന്ന സമയത്ത്, നമ്മൾ ഈ ശ്ലോകം പഠിക്കുന്ന സമയത്ത് അർജുനൻ ഗുഢാകേശനാണ്. കാരണം ഉണർവോടുകൂടി, പാണ്ഡവ സൈന്യത്തിന്റെ പരാജയ ഭീതി കൊണ്ട് ഉണർവോടുകൂടി ശക്തമായി ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ഊർജ്ജസ്വലനായിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് അർജുനനുള്ളത്. അതുകൊണ്ടാണ് ഗുഢാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. അത് കേട്ടിട്ട് അർജുനന്റെ സാരഥി സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയിത്വാ രഥോത്തമം. സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഉത്തമമായ രഥം ഉത്തമമായിരിക്കുമല്ലോ. കാരണം തേരാളി ആരാണ്? ഭഗവാൻ. അതുപോലെ തന്നെ തേരിന്റെ വക്താവ് ആരാണ്? അർജുനൻ. അതുകൊണ്ട് ഉത്തമമായ രഥം സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. പിന്നെയോ അപ്പൊ കണ്ടതാരൊക്കെയാണ്? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേഗാൻ കുരൂനിധി. ആ രണ്ടിന്റെയും മധ്യത്തിൽ, പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണൻ രണ്ടിന്റെയും മധ്യത്തിൽ എന്ന് പറയുന്നതിനേക്കാളും ഭീഷ്മരും ദ്രോണരും ഒക്കെ നിന്ന സ്ഥലത്ത് ആണ് പോയി നിർത്തിയത്. ഈ രണ്ട് ഭാഗത്തും എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ആവാലോ, പക്ഷെ പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണൻ നിർത്തിയത് ഭീഷ്മരും ദ്രോണരും ഉള്ള ആളുടെ സമീപത്ത് നിർത്തിയിട്ട് പറഞ്ഞു സർവേഷാം ച മഹീഷിതാം വാച പാർത്ഥ പശ്യയിതാൻ. അവിടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ നീ നോക്കൂ ആരൊക്കെയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അർജുനൻ അവരെ കണ്ടു. അർജുനന് ഉണ്ടായ മാറ്റങ്ങൾ കണ്ടപ്പോൾ അർജുനന്റെ മനസ്സിനും അർജുനന്റെ ചിന്താഗതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ പഠിക്കാം. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി.